പിതൃപുണ്യമോക്ഷത്തിനായി ഹൈന്ദവ സമൂഹം ബലിതർപ്പണം നടത്തി. പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിലാണ് സ്നാനഘട്ടങ്ങൾ ഒരുക്കിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, മല്ലപ്പള്ളി തിരുമാലിട മഹാദേവ ക്ഷേത്രം തുടങ്ങി ചെറുതും വലുതുമായ കാവുകളിലും സ്നാനഘട്ടങ്ങളിലുമാണ് ബലിതർപ്പണം നടന്നത്. പ്രളയത്തെ തുടർന്ന് നദികളിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പമ്പ നദി, അച്ചൻകോവിൽ, മണിമലയാർ അടക്കമുള്ള ഇടങ്ങളിൽ ജില്ലാ ഭരണകൂടം അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ പിതൃപുണ്യ മോക്ഷത്തിനായി ഇന്ന് കർക്കിടക ബലി സമർപ്പിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ആറന്മുള ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള സത്രക്കടവിലാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെയാണ് ഇന്നിവിടെ ബലിതർപ്പണത്തിന് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പമ്പാനദി പ്രളയം കഴിഞ്ഞുള്ളൊരു സമയത്താണ് ഈ ക്രമീകരണങ്ങളൊക്കെ ഉള്ളത്. നമ്മളോടിപ്പം തർപ്പണം ചെയ്തിട്ടുള്ള എവിടെ നേട്ടാ വരുന്നത്? ഞാനും അടൂരേഴംകുളം. വെള്ളത്തിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? വെള്ളം ഒത്തിരി ഒരുപാട് കുറഞ്ഞില്ല. ഇപ്പൊ 2 ആഴ്ചയായില്ലേ വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഒത്തിരി വെള്ളം കുറഞ്ഞു. ആരുടെ കൂടെയൊക്കെയാ വന്നിട്ടുള്ളത്? ഞാനുണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്. ഇവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഇവിടെ നല്ല സൗകര്യമായിരുന്നു. എല്ലാം നല്ല രീതിയിൽ ചെയ്തു. പേര് പ്രശാന്ത്. ഒരാള് അടൂർ ഏഴംകുളത്തു നിന്നാണ്. ഇപ്പോൾ തന്നെ നമുക്ക് തർപ്പണം ചെയ്ത വേറൊരാളുണ്ട്. ഞാൻ കുറിച്ചുവിട്ട പ്രളയമൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നല്ലോ. നമ്മൾ പ്രളയത്തിലായിരുന്നു, ക്യാമ്പിലൊക്കെ ആയിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നത്. ആരൊക്കെയാണ് ബലിയിടാൻ എത്തിയിട്ടുള്ളത്? ചേച്ചി, ഞാനും. അതിന്റെയൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞു? ബലി ഇട്ട് കഴിഞ്ഞു. ചേച്ചി ഇടാൻ നിൽക്കുന്നു. ചേച്ചി എവിടുന്ന തർപ്പണത്തിന് വന്നേ? ഇല്ലെന്ന് ബലി ഇട്ടോ? ബലി ഇട്ടു. വെള്ളത്തിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മുടെ കൂടുതൽ അങ്ങോട്ട് ഇറങ്ങിയില്ല. അതിന്റെ സൗകര്യം അനുസരിച്ച് അവിടെ ചെയ്ത് തന്നിട്ടുണ്ട്. തർപ്പണം കഴിഞ്ഞു? ബലിയിടാൻ എവിടുന്ന ഞങ്ങൾ എളന്തൂരിൽ. ഈ പ്രളയമല്ലേ നമ്മുടെ ആറന്മുളയിലും റാന്നിയിലും ഒക്കെ? നേരത്തെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചില്ല ഈ സമയമാകുമ്പോഴത്തേക്കെല്ലാം ശരിയെന്നാ വിചാരിച്ചതും എല്ലാം ശരിയായോണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി. ആരൊക്കെയാണ് ഓർമ്മകളിൽ? ആരൊക്കെയാണ് ഓർമ്മകളിൽ? എൻ്റെ അച്ഛനമ്മ, ചേട്ടൻ്റെ അച്ഛനമ്മ, എൻ്റെ ചേട്ടൻ, എല്ലാവരെയും ഓർത്തിട്ട് എല്ലാ വർഷവും ഇവിടെ ആറന്മുള തന്നെ? ഇവിടെ തന്നെ വരാറുള്ളത്. ഞങ്ങൾ അടുത്തെടുത്ത എല്ലാവരും ബലിയിടാൻ വന്നോ? ഞങ്ങള് എൻ്റെ അച്ഛനെ, അമ്മ, ചേട്ടന് ഒക്കെ ഉണ്ട്. നിരവധി ഭക്തരാണ് ഈ ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് വടക്ക് വശത്തും സത്രക്കടവിലും, അതുപോലെ തന്നെ തിരുവല്ലയിലെ കീച്ചേരിവാൽ കടവിലും, മല്ലപ്പള്ളി അച്ചൻകോവിലാറ്റിലെ തിരുമാലിട മഹാദേവ ക്ഷേത്രത്തിലും, മണിമലയാർ കടന്നു പോകുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലും, പന്തളം മഹാദേവ ക്ഷേത്രത്തിലും, അങ്ങനെ ശിവക്ഷേത്രങ്ങളിലും അതുപോലുള്ള കാവുകളിലും ഒക്കെയാണ് ഇന്ന് ബലിതർപ്പണത്തിനായി ഉള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി പ്രളയ സമാനമായിട്ടാണ് പമ്പയും അച്ചൻകോവിലും മണിമലയൊക്കെ. അവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ പ്രത്യേക വടം കെട്ടിയൊക്കെ തിരിച്ചാണ് ഈ തർപ്പണത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയത്. ഇന്ന് പുലർച്ചെ 3 മണി മുതലാണ് തർപ്പണത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ആരംഭിച്ചത്. അത് ഉച്ചയ്ക്ക് 2 മണി വരെ നിൽക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും വിവിധ ഹൈന്ദവ സന്നദ്ധ സേനകളും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഗതാഗതത്തിന് പോലീസിന്റെ നിയന്ത്രണം ഉൾപ്പെടെയൊക്കെയുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ.